നമസ്കാരം. കൂൾഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് അത് പിന്നീട് OTT റിലീസ് ആകുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിടാറുണ്ട്. അടുത്ത കാലത്ത് കുറെ സിനിമകൾ അങ്ങനെ ഒരുപാട് വിമർശനം നേരിട്ടിട്ടുണ്ട്. തിയേറ്ററിൽ വലിയ ഹിറ്റ് ആയിരുന്നു, പക്ഷേ OTTയിലോട്ട് വരുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടുകയും ഒരുപാട് ട്രോൾ നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ട സമയത്ത് നമുക്കും അത്രയും അങ്ങോട്ട് ക്രിഞ്ച് അടിച്ചില്ല, പക്ഷെ OTTയിൽ കണ്ട സമയത്താണ് ഇതിലെ ക്രിഞ്ച് ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കുന്നത്. കാരണം തിയേറ്ററിൽ അത്രയും ഒരു ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് കാണുമ്പോൾ അത്രയും അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം പ്രത്യേകിച്ചും നിവിൻ പോളി വരുന്ന സീനിലൊക്കെ ഭയങ്കര ഓളം ഉണ്ടായിരുന്നു. അത് OTT കണ്ടപ്പോഴും ആ ഒരു സീൻ നന്നായിട്ട് ഓളം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പലർക്കിട്ടും കൊട്ടിയ പോലെ തോന്നുന്നുണ്ട്. ആ ഒരു സീൻ നന്നായിട്ട് കൊട്ടിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നന്നായിട്ട് കൊട്ടിയിട്ടുണ്ട്. ആൻഡ് ആ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സീനാണ്. നിവിന്റെ പെർഫോമൻസ് ആണെങ്കിലും അത് കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ള ആ സീൻ, പക്ഷെ അത് വളരെ സ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ നോക്കിയാൽ ഇപ്പം പ്രണവിന്റെ വിഗ് ആണെങ്കിലും പ്രണവിന്റെ അഭിനയമാണെങ്കിലും കല്യാണിയുടെ ക്യാരക്ടർ ആണെങ്കിലും കല്യാണിയുടെ വിഗല്ല ലൈക്ക് ആ മേക്കപ്പും അഭിനയവും ഒക്കെ വളരെ കോമഡി ആയിട്ടുണ്ട്. ആസിഫിന്റെ റോളും ഇതൊന്നും ഒരു ആവശ്യമില്ലാത്ത കുറെ സംഭവങ്ങൾ അതിൻ്റെ അകത്ത് തിരികെ കയറ്റിയിട്ടുണ്ട്. ആൻഡ് വളരെ ലാഗ് ഉണ്ട് പടത്തിന്. ഇതൊക്കെ ഉണ്ട്. എങ്ങനെ ഇരിക്കലും ഞാൻ അന്നും റിവ്യൂ പറഞ്ഞപ്പോഴും പറഞ്ഞാൽ നിവിന്റെ പെർഫോമൻസ് ആ ഒരു ഏരിയയാണ് ഭയങ്കരത്. അല്ലാതെ ക്രിഞ്ചും ലാഗും ഒക്കെ പടത്തിനുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ പടം ഭയങ്കരമായിട്ട് അങ്ങ് എലവേറ്റ് ചെയ്തിട്ടുണ്ട്. നിവിന്റെ ക്യാരക്ടർ കൊണ്ടിട്ട് ഒരു ഹൈപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ OTTയിൽ കാണുമ്പം ഭയങ്കര ബോറിങ്ങും ഭയങ്കര ലാഗിങ്ങും ആയിട്ടാണ് പലർക്കും ഈ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ട്രോളുകൾ വാരിക്കൂട്ടിയ പടമാണ്. രണ്ടാമത്തെ ഒരു പടം ഗുരുവായൂർ അമ്പലം നടയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ആ പടം അപ്പോഴും ഇപ്പോഴും ഒക്കെ ഞാൻ OTT കണ്ടപ്പോഴും എൻജോയ് ചെയ്തു, തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പടമാണ്. പക്ഷെ ഇതിനും ഒരുപാട് ആൾക്കാർ ഈ പടത്തിന് എവിടെയാണ് നിങ്ങൾക്ക് ചിരി വന്നു ഒന്ന് പറയാമോ, ഇത് സീരിയൽ ലെവലാണെന്നൊക്കെ പറയുന്നുണ്ട്. സംവിധായകൻ തന്നെ പറഞ്ഞിരുന്നു ഈ സിനിമ ഭയങ്കര മഹത്തായിട്ടൊരു സിനിമയൊന്നുമല്ല, ജയ ഹേ കഴിഞ്ഞിട്ട് ഇറക്കുന്ന ഒരു പടമാണ്, ഭയങ്കര മഹത്തായിട്ട് സിനിമയൊന്നുമല്ല. അവർ തന്നെ പറഞ്ഞ ലോജിക്ക് മാറ്റി വെച്ച് ചിന്തിക്കാൻ ഒരുപാടൊന്നും ചിന്തിക്കാണ്ട് ചിരിക്കാനുള്ള പർപ്പസിന് വേണ്ടിയിട്ട് പോയി കാണാമെങ്കിൽ തീർച്ചയായിട്ടും കാണാവുന്ന പടമാണ്. അങ്ങനെ തന്നെയാണ് ഈ ഒരു പടം എടുത്തിട്ടുള്ളത്. ലോജിക്കൊന്നും നോക്കരുത്. നിങ്ങൾ പഴയ പ്രിയദർശൻ പടമൊക്കെ കാണുന്ന ഒരു മൂഡിൽ പോയിരുന്ന് കുറെ ചിരിക്കാം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ പോയിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്. ഞാൻ കുറെ ചിരിച്ചതാണ്. പ്രേമലു ഇതുപോലെ കുറേ ആൾക്കാർ പറഞ്ഞു ഭയങ്കര ഓവർ റേറ്റഡ് ആണെന്നുള്ള കാര്യം OTT റിലീസിന് ശേഷം. പക്ഷേ എനിക്ക് സ്റ്റിൽ പ്രേമലു ഭയങ്കരമായിട്ട് എനിക്കും ഇഷ്ടപ്പെട്ട പടമാണ്. OTTക്ക് ശേഷം ഞാൻ റിപ്പീറ്റഡ് വാച്ച് ചെയ്തിട്ടുള്ളൊരു പടമാണ് പ്രേമലു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം. ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട് ആ പടം. ഒരു 2.5 മണിക്കൂർ ത്രൂ ഔട്ട് കുറേ സീനിൽ എനിക്ക് ചിരി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പടമായിരുന്നു. ഇനിയിപ്പം ഏതൊക്കെ പടം അതുപോലെ ആകുമെന്ന് അറിയത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ OTT വരുമ്പോൾ അത്രയും പല സിനിമകളും തിയേറ്ററിൽ ഇഷ്ടപ്പെട്ട പടങ്ങൾ OTTയിൽ വരുമ്പോൾ ഇഷ്ടപ്പെടാതെ പലർക്കും പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ആയിടൊന്നു. അതൊരു വലിയൊരു ഫാക്ടറാണ്. പലപ്പോഴും ചില ആളുകൾ OTTയിൽ മാത്രം പടം കാണുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള പ്രേക്ഷകർ നമുക്കുണ്ട്. അപ്പം അറിയില്ല എന്താണെന്ന്. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ റീസെൻ്റിൽ ഇറങ്ങിയിരിക്കുന്ന പടങ്ങളൊക്കെ ഒരുപക്ഷെ OTT വരുമ്പോൾ വിമർശിക്കപ്പെടുമായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ പഴയ സിനിമകൾക്കൊന്നും അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലെന്നുള്ള. ഇപ്പം നമ്മൾ പഴയ ഒരു മണിച്ചിത്രത്താഴി ഇപ്പം കണ്ടാലും ആ ഫ്രഷ്നെസ് ഉണ്ടല്ലേ. ആരെങ്കിലും വിമർശിക്കുമോ അന്നത് ഓവർ റേറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഒരു തേന്മാവിൻ കമ്പത്ത് കണ്ടാലോ കിലുക്കം കണ്ടാലോ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളൊക്കെ മലയാളത്തിൻ്റെ എവർഗ്രീൻ പടങ്ങളൊന്നും കണ്ടാൽ ആരും ഇപ്പോൾ വിമർശിക്കത്തില്ല. ഒരു 90s പടങ്ങളൊന്നും ആരും വിമർശിക്കത്തില്ല. ഈ ഒരു 2000 പടങ്ങളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 8-10 വർഷത്തെ പടങ്ങളാണ് ഇങ്ങനെ ഒരു തവണ കാണാനുള്ള പടമേ ഉള്ളൂ മിക്കപ്പോഴും. മിക്ക സിനിമയും വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് കാണുമ്പോൾ പോലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെ ബോറടിക്കും. അങ്ങനെയുള്ള സിനിമകളാണ് ഒരു 98%. വളരെ അപൂർവങ്ങളിൽ അപൂർവ സിനിമകൾ മാത്രമേ റിപ്പീറ്റഡ് വാച്ചിന് വർത്താന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് അവസ്ഥ. ആ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട് സ്ക്രിപ്റ്റുകൾ. മേക്കിംഗ് അടിപൊളിയാണ്, നല്ല ടെക്നീഷ്യൻസ് വന്നിട്ടുണ്ട്, ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള ഫിലിംസ് തന്നെയാണ് ഇവിടെ വരുന്നത്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ തിരക്കഥയിലോട്ട് വരുമ്പോൾ അതൊക്കെ ഒരു തവണ കണ്ട് ആസ്വദിക്കാൻ മാത്രം പാകത്തിലുള്ള സിനിമകളാണ് കൂടുതലും വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇപ്പം നമ്മൾ പഴയ കോമഡി പടങ്ങളൊക്കെ കാണുമ്പോൾ എത്ര കണ്ടാലും നമുക്ക് ചിരി വരും, അല്ലേ. ഇപ്പം ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഒരു റാംജി റാവ് സ്പീക്കിങ് അല്ലെങ്കിൽ കിലുക്കം, ചിത്രം, ഇതൊക്കെ ഇപ്പം കണ്ടാലും അക്കരെ നാടോടിക്കാറ്റ്, ഇതൊക്കെ ഇപ്പോഴും കണ്ടാലും ആൾക്കാർക്ക് ചിരി വരും. അങ്ങനത്തെ സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ ഇപ്പം അങ്ങനെയുള്ളതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ ഈ വർഷം ഒരു പ്രേമലു അല്ലെങ്കിൽ ഒരു ഗുരുവായൂരമ്പല നടയിലോ ഒക്കെ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് ചിരിക്കാനായിട്ടുള്ളൊരു സ്കോപ്പ് നൽകിയ പടങ്ങൾ കുറേ ആൾക്കാർക്കെങ്കിലും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു മെജോറിറ്റിനെ തൃപ്തിപ്പെടുത്തിയ സിനിമകളാണ് അതൊക്കെ. അങ്ങനെയെങ്കിലും ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങളിലൊക്കെ കോമഡികൾ വളരെ പരിതാപകരമായിരുന്നു എന്ന് ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം വെറും ചളി തമാശകളും ഇക്കിളിയിട്ടാൽ പോലും ചിരി വരാത്ത തരം തമാശകളും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ കുറേ വർഷമായിട്ട് വന്നുകൊണ്ടിരുന്നത്. ദിലീപിൻ്റെ സിനിമകൾക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല. ചളി വാരി വെതറുന്നുണ്ട് എല്ലാ പടത്തിലും, ഒരു മാറ്റവും ഇല്ല, അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സിനിമകളിലൊക്കെ ബോക്സ് ഓഫീസിലെ അവസ്ഥയും നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണെങ്കിലും പഴയ പടമൊന്നും ഇറക്കുന്നില്ല. അപ്പം നല്ല സിനിമകൾ വരട്ടെ, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടങ്ങൾ വരട്ടെ, നല്ല തിരക്കഥകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം? അപ്പം പിന്നെ ചില സിനിമകളെ മനഃപൂർവ്വം പലരും ഡിഗ്രേഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്.
OTT റിലീസിന് ശേഷം അതിൻ്റെ ആവശ്യവുമില്ല. സിനിമ നല്ലതാണെങ്കിൽ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം എന്താണ് ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ കാണുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നുണ്ട്, ഒരു പ്രമുഖ സിനിമയാണ്. അപ്പോൾ അതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. നാളെ വീഡിയോ ഇടും. അപ്പോൾ ബൈ, ടാറ്റ, ടേക്ക് കെയർ.